നമസ്കാരം. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന പർവ്വതം മൗണ്ട് എൽബ്രൂസ് ആണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രൂസ്. റഷ്യയിലെ കോക്കസസ് പർവ്വതനിരകളിലാണ് ഈ മൗണ്ട് എൽബ്രൂസ് സ്ഥിതി ചെയ്യുന്നത്. കോക്കസസ് പർവ്വതനിര ഈ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പർവ്വതമാണ്. സാധാരണ യൂറോപ്പിലെ ഹയസ്റ്റ് പീക്ക് മോണ്ട് ബ്ലാങ്ക് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. മോണ്ട് ബ്ലാങ്ക് ആൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. അത് യൂറോപ്പിൽ തന്നെയാണ്. പക്ഷേ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയത് ഈ പറയുന്ന മൗണ്ട് എൽബ്രൂസ് ആണ്, റഷ്യയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്താണ് ഞാൻ റഷ്യയിലേക്ക് പോകുന്നത്. പക്ഷേ യുദ്ധത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും റഷ്യയിൽ എങ്ങും ഞാൻ കണ്ടില്ല. യുദ്ധത്തിൻ്റെ സമയത്താണ്, ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്താണ് ഞാൻ റഷ്യ സന്ദർശിക്കുന്നത്. ആ സമയത്ത് ആഭ്യന്തര ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, വിദേശ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. എക്കണോമി റഷ്യയുടെ തകർന്നു നിൽക്കുകയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള രാജ്യമാണ് റഷ്യ. റഷ്യ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. റഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ട്രാൻസ് സൈബീരിയൻ റെയിൽവേയിൽ കയറണമെന്നുണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. അത് മോസ്കോ ടു വ്ളാഡിവസ്റ്റോക്ക് പോകുന്ന ഒരു ദീർഘദൂര ട്രെയിനാണ്. എൽബ്രൂസ് ഒരു 4-5 ഡേയ്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ പർവ്വതമാണ്. വിൻ്റർ സമയത്ത് അത് സ്കീയിങ് റിസോർട്ടുകളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സമ്മർ സമയത്താണ് നമ്മൾ പോകുന്നത്. എൽബ്രൂസിൻ്റെ ഒരു ഭാഗം വരെ നമുക്ക് ചെയർ കാർ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം 2-3 ദിവസം കൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പോയ ദിവസം വലിയ ഇടിയും മഴയുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ ഗൈഡ് ജോൺ എന്ന് പറഞ്ഞൊരു ഗൈഡാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ജോണിൻ്റെ പ്രത്യേകത, ജോൺ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു മരം വെട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം മരം വെട്ടാത്ത സീസണിലാണ് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ക്ലൈംബ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് നമ്മൾ ഫ്രണ്ടിൽ ഒരാളുടെ ഡിസ്റ്റൻസിൽ പോലും കാണാൻ പറ്റാത്ത സമയത്ത് ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു ഭയങ്കരനായിട്ടുള്ള പർവ്വതാരോഹനാണെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ എവറസ്റ്റും ദേനാലിയും ക്ലൈംബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാല് നോക്കി മാത്രം വന്നാൽ മതി, നിങ്ങളെ ഞാൻ കൊടുമുടിയുടെ മുകളിൽ എത്തിക്കാമെന്ന്. ആ ഒരു ധൈര്യശാലിയായിട്ടുള്ള ആ ഒരു ഗൈഡ് എനിക്കുള്ളതുകൊണ്ടാണ് എനിക്ക് എൽബ്രൂസ് ആ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത്. മുകളിലെത്തുന്ന സമയത്ത് ഇടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല മുകളിലെത്തിയപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മൂലം അവിടെ ഞങ്ങളുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. അടുത്ത ഇടി അവിടെ ആയിരിക്കും വെട്ടുന്നത്. അതാണ് ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അങ്ങനെ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുകയാണെങ്കിൽ മലയുടെ മുകളിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ അടുത്ത ഇടി വെട്ടും. സോ ഞങ്ങൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടികൾ കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയും അവിടെ ഇടി വെട്ടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എൽബ്രൂസ് എന്നും എനിക്ക് ഒരു ഓർമ്മകൾ തന്നിട്ടുള്ളൊരു പർവ്വതമാണ്. വളരെ സിമ്പിളായിട്ട് 2 ഡേയ്സ് കൊണ്ട് ഞാൻ ക്ലൈംബ് ചെയ്തെങ്കിലും ആ ക്ലൈമറ്റിക് കണ്ടീഷൻ വളരെ ഡേഞ്ചറസ് ആയിരുന്നു.